എല്ലാവർക്കും നമസ്കാരം. റേഷ്യോന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പേജ് നമ്പർ 120. ഇൻ ദ ടേബിൾ ബിലോ 2 ഓഫ് ദ വിഡ്ത്ത്, ലെങ്ത് ആൻഡ് ദ റേഷ്യോ ഓഫ് സം റെക്ടാംഗിൾസ് ആർ ഗിവൺ. കണ്ടില്ലേ, ലെങ്ത്, ബ്രെഡ്ത്ത്, റേഷ്യോ മൂന്നും ഒരു ടേബിൾ ആക്കി തന്നിട്ടുണ്ട്. അതിൽ സം ഓഫ് ദം ആർ മിസ്സിങ്. അത് അവിടെ ഇവിടെ നിന്നൊക്കെ മിസ് ചെയ്തിരിക്കുന്നു. ആ മിസ്സിങ് നമ്പേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിഡ്ത്തും ലെങ്ത്തും തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. 6ഉം 8ഉം തന്നിരിക്കുന്നു. റേഷ്യോ എന്ത് വരും? രണ്ടിലും കോമൺ ആയിട്ട് ഏത് പോവും? കോമൺ ആയിട്ട് ഫാക്ടർ വരുന്നത് 2 ആണ്. 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടി, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. പിന്നെ ഇതിൽ കോമൺ ആയിട്ടൊന്നും പോവില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ ഒരു ഇട്ട് കൊടുത്തു. അപ്പോൾ 3:4 എന്നാണ് അവിടെ ഫസ്റ്റ് ലൈനിൽ വരുന്ന റേഷ്യോ. നെക്സ്റ്റ് വൺ നോക്കി, വിഡ്ത്ത് തന്നിരിക്കുന്നു, റേഷ്യോ തന്നിരിക്കുന്നു, ആൻഡ് ലെങ്ത് ഈസ് മിസ്സിങ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്, അല്ലെ? കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. ഇതിപ്പം റേഷ്യോ തന്നിട്ടുണ്ട്, അതിലത്തെ ഒരെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് വിഡ്ത്താണ്. ഇതിന്റെ റേഷ്യോ വരുന്നത് ഇതാണല്ലേ, ഫസ്റ്റ് കിടക്കുന്നതാണ് റേഷ്യോ. ഫസ്റ്റ് രണ്ടും ഫസ്റ്റ് ആയിരിക്കും വരാം. വിഡ്ത്താണ് ആദ്യം കിടക്കുന്നത്. അപ്പൊ റേഷ്യോത്തെ ഫസ്റ്റ് കിടക്കുന്നത് വിഡ്ത്തിന്റെ റേഷ്യോ ആണ്. അതെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3, അതായത് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ അതിന്റെ റേഷ്യോ. അതിന്റെ റേഷ്യോ എത്രയാണ്? 3 ഇൻറ്റു ലെങ്ത്തിന്റെ റേഷ്യോ. മനസ്സിലായോ? അപ്പൊ 3/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ഇൻറ്റു 4. അപ്പൊ ഇവിടെ എത്ര വരും? 4 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? അടുത്തത് വിഡ്ത്ത് 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. റേഷ്യോ 3:4 എന്ന് പറഞ്ഞിരിക്കുന്നു. ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? തന്നിട്ടുള്ള മെഷർ അതാദ്യം നമ്മൾ മുകളിൽ എഴുതുന്നു. അതിന്റെ റേഷ്യോ, ഈ തന്നിട്ടുള്ളത് വിഡ്ത്ത് ആണ്. അതിന്റെ റേഷ്യോ 3 ആണോ 4 ആണോ? ആദ്യം കിടക്കുന്നതാണ് തന്നിട്ടുള്ള. അപ്പൊ ആദ്യം റേഷ്യോയിൽ ആദ്യം കിടക്കുന്നതായിരിക്കും ഈ തന്നിട്ടുള്ള മെഷറിന്റെ റേഷ്യോ. അപ്പൊ 3 ആണ് അത്. അപ്പൊ 1/3 ഇൻറ്റു മറ്റേ റേഷ്യോ തന്നിട്ടുള്ള ബാക്കി റിമൈനിങ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ എന്ത് വരും? 4 × 1 4/3. അപ്പോൾ 4/3 സെന്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായി? അടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് തന്നിട്ടില്ല, ലെങ്ത് തന്നിട്ടുണ്ട്, റേഷ്യോ 3:4 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തന്നിട്ടുള്ള മെഷർ ഏതാ? 1 ആണ് തന്നിട്ടുള്ള മെഷർ, ലെങ്ത്തിന്റെ നീളം. ഇനി തന്നിട്ടുള്ള മെഷറിന്റെ റേഷ്യോ ഏതാണ്? ഇതിലത്തെ 3 ആണോ 4 ആണോ വരാൻ? 4 ആണ് അല്ലെ, രണ്ടാമത് ഇടുന്നത്. അപ്പൊ /4 ഇൻറ്റു ബാക്കിയുള്ളത്, ബാക്കി കിടക്കുന്ന റേഷ്യോ 3 ആണ്, ഇൻറ്റു 3. മനസ്സിലായില്ലേ? അപ്പൊ 3 × 1 3 / 4. അപ്പോ 3/4 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത്. നെക്സ്റ്റ് വൺ 6 സെന്റിമീറ്റർ വിഡ്ത്ത്, 15 സെന്റിമീറ്റർ ആണ് ലെങ്ത്. അപ്പൊ നോക്കിയേ, ഇതിന് രണ്ടിന്റെയും റേഷ്യോ എഴുതാനായിട്ട് എന്ത് ചെയ്യണം? രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 6ലും 15ലും കോമൺ ആയിട്ട് 3 കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ 3ല് 2 പ്രാവശ്യം പോയി 3, 15ലാണെങ്കിൽ 5 പ്രാവശ്യവും പോയി. അപ്പൊ നമുക്ക് എത്ര റേഷ്യോ കിട്ടിയ? 2:5. 2ലും 5ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ നമ്പർ ഒന്നുമില്ല, അല്ലേ? അപ്പൊ 2:5 ആണ് അതിന്റെ റേഷ്യോ. അടുത്തത് 2 വിഡ്ത്ത്, ലെങ്ത് മിസ്സിംഗ് ആണ്, റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള മെഷർ അത് മുകളിൽ ബൈ അതിന്റെ റേഷ്യോ ഏതാ? 2 5 ഏതാ വരാ? 2 ഇൻറ്റു ബാക്കിയുള്ളത് 5. 2 × 5 10. 10 / 2 എന്ന് പറയുമ്പോൾ 2 5 എത്ര ടൈംസ്? 5 ടൈംസ്. അപ്പൊ 5 ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? അതിന്റെ അടുത്ത് നോക്കിയ വിഡ്ത്ത് 1 സെന്റിമീറ്റർ ആണ്, റേഷ്യോ അഗെയിൻ 2.5 തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? 1 / 1ന്റെ 2 ആണ് റേഷ്യോ വരുന്നത്, ഇൻറ്റു 5. അപ്പൊ എത്ര വരാ? 5 × 1 5/2. അപ്പോൾ 5/2 ആണ്
ലെങ്ത്. മനസ്സിലായില്ലേ? അടുത്തത് ലെങ്ത് ആണ് തന്നിരിക്കുന്നത് 1 സെന്റിമീറ്റർ എന്ന്. റേഷ്യോ അഗെയിൻ 2.5 തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 എഴുതി, തന്നിട്ടുള്ള മെഷർ എഴുതി, റേഷ്യോ താഴെ എഴുതണം. ഇതിലത്തെ ഏത് നമ്പറാണ് നമ്മൾ താഴെ എഴുതുക? 5 അല്ലേ? രണ്ടാമത്തെ നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 1/5 × 2. അപ്പോൾ 2 × 1 2/5 അല്ലേ? 2/5 നമുക്ക് വിഡ്ത് കിട്ടി. മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സേ ദാറ്റ് ദ വിഡ്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 1:1? എന്താണ് വിഡ്ത് ടു ലെങ്ത്തിന്റെ റേഷ്യോ ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറയുന്നത് 1:1 ആണെങ്കിൽ 1:1 എന്ന് പറയാൻ എന്താണ് അർത്ഥം? റേഷ്യോ 1:1 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിഡ്ത്തും ലെങ്ത്തും ഈക്വൽ ആണ് അല്ലേ? ഇറ്റ് മീൻസ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഈക്വൽ. വാട്ട് സോർട്ട് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഇറ്റ്? അത് എന്ത് തരം റെക്ടാംഗിൾ ആണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെങ്കിൽ അത് എന്ത് തരം റെക്ടാംഗിൾ ആണ്? ഇറ്റ്സ് എ സ്ക്വയർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ഭാഗം അതർ ക്വാണ്ടിറ്റീസ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ